ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യയിലെ മറ്റു മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ന് മോർണിംഗിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ റെക്കോർഡ് ഹൈനടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഹോങ്കോങ്ങും കൊറിയയും സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച വീക്കായിരുന്നു, വീക്ക് ടു വീക്കും വീക്കായിരുന്നു. ഒപ്പം യൂറോപ്യൻ മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വെള്ളിയാഴ്ച സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. കഴിഞ്ഞ ആഴ്ച ചൈനീസ് മാർക്കറ്റുകൾ വീക്ക് ടു വീക്ക് താഴെയായിരുന്നു, അതേസമയം ജാപ്പനീസ് മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിലും. അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും തീർച്ചയായിട്ടും GST റേറ്റ് റിഡക്ഷൻ്റെയും അതുപോലെ തന്നെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് Q1 GDPയിലും പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. ട്രേഡിംഗ് ക്ലോസ് ചെയ്തതിന് ശേഷം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് പല സ്റ്റേറ്റ്മെൻറ്റുകളും വന്നിട്ടുണ്ട്. അദ്ദേഹം വീണ്ടും ഇന്ത്യനെക്കുറിച്ച് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെയാണ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യ ഗ്രേറ്റ് കൺട്രിയാണ്, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മഹാനായൊരു വ്യക്തിയാണ്, അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് മാത്രമാണ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ളത്. അഡീഷണൽ താരിഫ് റിലേറ്റഡ് ഡിസിഷനൊക്കെ ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഇതുകൊണ്ട് തന്നെ ട്രംപിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് മൊമെൻ്റാണ് മാർക്കറ്റിൽ. എന്നിരുന്നാലും നമുക്ക് നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റിയും എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. $3600.9 പെർ ഔൺസ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഹിറ്റ് ചെയ്തിട്ടുള്ള പുതിയ റെക്കോർഡ് ഹൈ. അതോടൊപ്പം തന്നെ സിൽവറും പുതിയ 14-year ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഈ രണ്ട് കമോഡിറ്റികൾ ഇന്ന് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. മറ്റെല്ലാ കമോഡിറ്റികളും ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് സെൻട്രൽ ബാങ്ക് 2.06 ടൺ ഗോൾഡ് കൂടി ഓഗസ്റ്റ് മാസത്തിൽ അക്വയർ ചെയ്തിട്ടുണ്ട്. ഇന്നലെയാണ് അവർ ഡാറ്റ അനൗൺസ് ചെയ്തിരിക്കുന്നത്. മറ്റ് സെൻട്രൽ ബാങ്കുകളുടെ ഡാറ്റ വേൾഡ് ഗോൾഡ് കൗൺസിലാണ് അനൗൺസ് ചെയ്യേണ്ടത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം സ്റ്റോക്ക് സ്പെസിഫിക് ആയ ന്യൂസ് ഫ്ലോസ് ഉണ്ട്. വേദാന്തിയാണ് JP അസോസിയേറ്റ്സിൻ്റെ ബിഡിങ്ങിൽ മുന്നിട്ട് നിൽക്കുന്നത്. IBCയിൽ നിന്നാണ് ഇതിന് ഫൈനൽ ഡിസിഷൻ വരേണ്ടത്. വേദാന്തയ്ക്ക് JP അസോസിയേറ്റ്സ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും JP പവർ വെഞ്ചറും വേദാന്ത അക്വയർ ചെയ്യും. കാരണം JP അസോസിയേറ്റ്സ് JP പവർ വെഞ്ചറിൽ 24% ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലെൻഡേഴ്സ് JP പവർ വെഞ്ചറിൽ അറൗണ്ട് 25% ഹോൾഡ് ചെയ്യുന്നുണ്ട്. കമ്പൽസറിലി കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ആയിട്ട് ഇതും കൂടി വേദാന്ത വാങ്ങുന്നതാണ് പറയുന്നത്. അപ്പോൾ JP അസോസിയേറ്റ്സ് വേദാന്തയ്ക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും JP പവർ വെഞ്ചറും വേദാന്തയുടെ കയ്യിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അഡാനി പവർ 6000 കോടി രൂപയ്ക്കുള്ള 570 മെഗാവാട്ട് ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രൊജക്റ്റ് ഭൂട്ടാനിൽ ബാഗ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ് ലോങ് റണ്ണിൽ. അതോടൊപ്പം തന്നെ ആംബർ എൻ്റർപ്രൈസസ് അവരുടെ സബ്സിഡിയറിയിൽ 1200 കോടി രൂപ റേസ് ചെയ്യാൻ പോവാണ്. ഇൽജിൻ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സബ്സിഡിയറിയിലാണ് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അതോടൊപ്പം തന്നെ GST റേറ്റ് റിഡക്ഷനും ആംബർ എൻ്റർപ്രൈസിന് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ആക്മെ സോളാർ പുതിയൊരു കമ്പനീനെ അക്വയർ ചെയ്തിട്ടുണ്ട്. AK റിന്യൂവബിൾസ് ഇൻഫ്ര പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. 79.25 കോടി രൂപയാണ് ഇതിൻ്റെ അക്വിസിഷൻ പ്രൈസ് വരുന്നത്. പോസിറ്റീവ് ന്യൂസാണ് ആക്മെ സോളാറിനെ സംബന്ധിച്ച്. HFCL ഒപ്റ്റിക്കൽ ഫൈബർ എക്സ്പോർട്ട് ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. BHEL ഫസ്റ്റ് ഹൈഡ്രജൻ ട്രെയിൻ ഉണ്ടാക്കാനുള്ള ഒരു അലയൻസിൽ ഒപ്പിട്ടിട്ടുണ്ട്. 10-year എക്സ്ക്ലൂസീവ് റൈറ്റ് ആണ് BHELന് ഈ അലയൻസിൽ കൂടെ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ BHEL ഫസ്റ്റ് ഹൈഡ്രജൻ ട്രെയിൻ ഇന്ത്യയിൽ നിർമ്മിക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. പോസിറ്റീവാണ് ലോങ് റണ്ണിലേക്ക്. SIS വീണ്ടും ഒരു സെക്യൂരിറ്റി കമ്പനീനെ അക്വയർ ചെയ്തിട്ടുണ്ട്. സെസ്ക് പ്ലാൻ ചെയ്യുന്നത് അടുത്ത 5 വർഷത്തിനുള്ളിൽ അവരുടെ പ്രോഫിറ്റ് ഡബിൾ ചെയ്യാനുള്ള തരത്തിലുള്ള പ്രൊജക്റ്റുകളാണ്. പോസിറ്റീവ് ന്യൂസാണ് ലോങ് റണ്ണിലേക്ക്. Aegis ലോജിസ്റ്റിക്സ് അവരുടെ കപ്പാസിറ്റി അഡീഷൻ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 6 മുതൽ കപ്പാസിറ്റി കൂടിയിരിക്കുകയാണ്. പോസിറ്റീവാണ്. പ്രൈം ഫോക്കസ് ലിമിറ്റഡ് ഓപ്പറേറ്റേഴ്സ് വലിയ രീതിയിലാണ് ഈ സ്റ്റോക്ക് ബൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ആഴ്ചയും സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ കണ്ടിന്യൂസ് ബയേഴ്സ് തന്നെ ആയിരുന്നു. തീർച്ചയായിട്ടും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് ഒക്കെ അബ്സോർബ് ചെയ്യുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകളാണ്.
ഈ ആഴ്ച മ്യൂച്വൽ ഫണ്ടുകളുടെ ഇൻഫ്ലോ ഡാറ്റ വരും, SIP ഇൻഫ്ലോ ഡാറ്റ വരും. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് SIP മന്ത്ലി കളക്ഷൻ 29,000 കോടി രൂപ എക്സീഡ് ചെയ്തിരിക്കുന്ന ആളുടെ എക്സ്പെക്റ്റേഷനാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അതോടൊപ്പം തന്നെ ഇൻ്റർനെറ്റ് സർവീസസിൽ ഡിസ്റപ്ഷനൊക്കെ കാണാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം അണ്ടർസീ കേബിൾ റെഡ് സീയിൽ ബ്രേക്ക് ആയിട്ടുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, UAE രാജ്യങ്ങളിലൊക്കെ ഇന്നലെ ചെറിയ ഡിസ്റപ്ഷനൊക്കെ വന്നിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ഇതുവരെ അത്തരത്തിലുള്ള ഡിസ്റപ്ഷൻ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഒരു കോഷൻ ആവശ്യമാണ്. കാരണം ട്രേഡ് റിലേറ്റഡ് ഡിസ്റപ്ഷൻ വന്നു കഴിഞ്ഞാൽ പൊസിഷൻസൊക്കെ സ്ക്വയർ ഓഫ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസൊക്കെ സ്ലോ ആവും. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാം. അപ്പം നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. അതിനുശേഷം നല്ല വൊളാട്ടിലിറ്റി നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി മേജർ ഇവൻ്റ് മുന്നിലുള്ളത് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരാൻ പോകുന്ന അഡീഷണൽ താരിഫുകളുടെ ഡിസിഷനാണ്. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ഔട്ട്കം ആണ് നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കോടുകൂടി നമുക്ക് ഇരിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.